ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വന്നേക്കുന്നത് വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ മിസ് കേരള 2022 പാട്ടായിരുന്നു, ഒരു ഭാഗമായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങി മിസ് കേരളയുടെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗേൾസ് ആയിരുന്നു എല്ലാവരും. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് കേരള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് മിസ് കേരളയിൽ കയറിയത്, എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ആയത്, അവിടെ ചെന്നിട്ട് എത്രത്തോളം എക്സ്പെൻസ് ഒക്കെ ആയി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്, അവിടെ പോയിട്ട് ഗ്രൂമിങ് സെഷൻ ഞങ്ങൾക്ക് 6 ദിവസം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഗ്രൂമിങ് സെഷനൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം, ഞാൻ പറയാം മിസ് കേരളനെ പറ്റിയിട്ട്. ബിക്കോസ് മിസ് കേരള 2022 ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തോക്കി ശരി, ഞാൻ എന്നാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് വീഡിയോ ഇസ് ബേസിക്കലി ഞാൻ ടോക്കിംഗ് അബൌട്ട് എൻ്റെ മിസ് കേരള ജേർണീനെ പറ്റിയിട്ട്. ദാറ്റ് ഇസ് മിസ് കേരള 2022. അപ്പോൾ അതിൻ്റെ അകത്ത് ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ, മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ വിന്നറായിരുന്നു. അപ്പം നമുക്കെന്നാൽ പിന്നെ മിസ് കേരളനെ പറ്റി സംസാരിക്കാം. അപ്പം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ 2022 ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓൺലൈനാണ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. രജിസ്ട്രേഷൻ മിസ് കേരള രജിസ്ട്രേഷൻ എപ്പോഴും ഓൺലൈനാണ് വരാറുള്ളത്. അപ്പം അവരുടെ പേജുണ്ട്. ഇംപ്രസാരിയോ എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, മിസ് കേരള കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇവരുടെ പേജിലാണ്, മിസ് കേരള പേജിലും അതുപോലെ തന്നെ ഇംപ്രസാരിയോ പേജിലും തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കും. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ലാസ്റ്റ് ഇയർ ഇനിഷ്യലി ലൈക്ക് മിസ് കേരള 2021 കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതപ്പോൾ കണ്ടു. പിന്നെ ഐ വാസ് ലൈക്ക് തിങ്കിങ്, എന്താ വേണ്ട, ഇതൊന്നും പറ്റത്തില്ലായിരിക്കും, വെറുതെ എന്തിനാ, ലൈക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു കേട്ടോ. ലൈക്ക് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എന്തിനാ വെറുതെ വേണ്ട, ആൾക്കാരൊക്കെ എന്തോർക്കും. കാരണം ഇതിനൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പോസ്റ്റൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തത് ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാർക്ക് ഭയങ്കര വെറുപ്പിക്കലായി പോവോ, നമ്മളെപ്പോഴും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വെറുപ്പിക്കലാന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഓർക്കും. ഇങ്ങനെ ഇതന്നെയാണ് എൻ്റെ ചിന്ത ലാസ്റ്റ് ഇയർ ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ വേണ്ട. ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടിൽ പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം, നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ വേണം. നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിനക്കറിയാലോ എഫേർട്ടാണ്, നല്ല രീതിയിൽ നല്ല എഫേർട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലം ആലോചിച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് ഓക്കെ വേണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, വിട്ടേക്കാം, സാരമില്ല എന്ന് ഓർത്ത് വിട്ടു. അതിനൊരു ഈ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യണത് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോഴാണോ ക്ലോസ് ചെയ്തത് എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ലാസ്റ്റ് എനിക്ക് മെസ്സേജ്, നമുക്കിങ്ങനെ കാണാമല്ലോ, നമ്മളിപ്പോൾ ഒരു ഫോണിൽ നമ്മുടെ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മിസ് കേരളിനെ പറ്റി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ വൈ നോട്ട്, ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം. നമുക്കറിയത്തില്ലല്ലോ വാട്ട് ഇഫ് ഇറ്റ് വർക്ക്സ്. നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നതിന് പകരം നമ്മളിപ്പം പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എങ്ങാനും വർക്ക് ആയാലോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഓക്കെ, അപ്പയോടും പറഞ്ഞു ഓക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ്, ഇപ്രാവശ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 2022 ഫീസ് വാസ് 2000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഒരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മെയിൽ വന്നു, ഒഫീഷ്യൽ മിസ് കേരള പേജിൻ്റെ മെയിൽ വന്നു. കുറച്ച് ടാസ്കുകളുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എനിക്കറിയാവുന്ന ടാസ്ക് ഉണ്ടെന്ന്, പക്ഷേ എന്താ ടാസ്ക് കറക്റ്റ് എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം തന്ന ടാസ്ക് ബേസിക്കലി ഒന്നാമത്തെ ഒരു ഇന്ത്യൻ എത്തനിക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആൻഡ് എവറിത്തിങ് ടുഗെദർ പുട്ട് ഔട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇടണം. അതുപോലെ തന്നെ വെസ്റ്റേണിൻ്റെ ഒരു വീഡിയോ വേണം. അതുപോലെ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്ന കുറച്ച് ആംഗിൾസ് ഉണ്ട്, മുകളിൽ നിന്ന് എടുക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് ആംഗിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിതെല്ലാം അവരുടെ മെയിലിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മൊത്തം പറയും, നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഇത് സെക്കൻഡ് ടാസ്ക് ആണ് കേട്ടോ. ഫസ്റ്റ് ടാസ്ക് ഞാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ലൈക്ക് നമ്മൾ പറയുന്നത് ഇങ്ങനെ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുന്ന പോലെ, നമ്മൾ ആരാണെന്നുള്ള ഇൻട്രോ കൊടുക്കുന്ന പോലെ. അതായിരുന്നു ടാസ്ക് 1. ടാസ്ക് 2 വാസ് ബേസിക്കലി ഈ 3 ഔട്ട്ഫിറ്റ്സും നമ്മൾ ഇടണം. അത് അവർ ഇതിനൊരു ഡേറ്റ് തരും. ആ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കണം, ഇവരെ ടാഗ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അത് ഓർത്ത് വിഷമിക്കേണ്ട, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും. അതുപോലെ തേർഡ് ടാസ്ക് വാസ് ബേസിക്കലി നമ്മളോട് ഇപ്രാവശ്യം ചോദിച്ചത് കേരളത്തിൽ 2030 ആകുമ്പോഴത്തേക്കും എന്ത് ചേഞ്ചസ് വേണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. സോ 2030 കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 10 ഇയേഴ്സ് ഫ്രം ദിസ്, അല്ലെങ്കിൽ 2022 അല്ല, 8 ഇയേഴ്സ് ഫ്രം ദിസ് നമ്മൾ നോക്കുമ്പം
എന്തൊക്കെ ചേഞ്ചാണ് കേരളത്തിൽ വേണ്ടത്. അപ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കണമായിരുന്നു. ആൻഡ് ടൈം ലിമിറ്റ് എന്തോ ഉണ്ടായിരുന്നു, ഐ തിങ്ക് 1 minute to 3 minutes എന്തോ ആയിരുന്നു ടൈം ലിമിറ്റ്, അത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കറക്റ്റ് ഈ സമയത്ത് ഈ സംഭവം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു വേറെ ഒരു ടാസ്ക്കാണ്. കാരണം അവിടെ ഷൂട്ട് ഇവിടെ ഷൂട്ട് അങ്ങനെ നമ്മൾ ഓടി നടക്കായിരിക്കും. കാരണം നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് പാജന്റിന് പോകുന്നത്. അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ടെൻഷൻ അധികം, ഇതിങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണോ വേണ്ടത്. ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് പാജന്റിൽ പോകുമ്പോൾ ഷൂട്ട് ഡിഫറെൻ്റ് ആണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്ലോത്തിങ് കറക്റ്റാണോ, ജ്വല്ലറി കറക്റ്റാണോ, കാരണം ഇവരിതൊക്കെ നോക്കും, മേക്കപ്പ്, ജ്വല്ലറി, ക്ലോത്ത് ഒക്കെ നോക്കുന്നതായിരുന്നു പറഞ്ഞത്. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ കുറച്ച് ദിവസം ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ഒരു വിവരമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മെയിൽ വന്നു, യെസ് യു ആർ ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറഞ്ഞ മെയിൽ വന്നു. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ മെയിൽ വന്നു. അപ്പോൾ ആ മെയിലിനകത്ത് അവർ പറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എത്ര ആൾക്കാരായിരുന്നു ടോട്ടൽ, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇനി ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കാണും. സോ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തുന്ന 2, 3, 4 പേരുണ്ടാവും. ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. നമുക്കൊരു ഡ്രസ് കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആയിരുന്നു. ബ്ലാക്ക് മുകളിൽ ടോപ്പ്, ബ്ലാക്ക് ടോപ്പും ബ്ലൂ ജീൻസും ആയിരുന്നു നമ്മൾ ഇടേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഡ്രസ് കോഡ് നമുക്ക് പറഞ്ഞു തന്നു, അതിടണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൻഡ് ഓൾസോ നമുക്ക് റാമ്പ് വാക്കിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ വീഡിയോ കോളാണല്ലോ പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ ആ സമയത്ത് അവർക്ക് റാമ്പ് വാക്കും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾ പീജിലിരുന്ന് വാക്ക് പ്രാക്ടീസ് ടെറസിൽ പോയി മഴയുള്ള സമയം തോന്നുന്നു കേട്ടോ. അപ്പോൾ മഴ എന്താ പെയ്തിറക്കുക, തെന്നി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ മണ്ടയ്ക്കൂടെ ഹീലിട്ട് നടക്കണു, തെന്നി വീടാൻ പോകുന്നു. ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചേച്ചിക്ക് കഴിച്ചു കൊടുക്കുന്നു. ചേച്ചി ഇത് ശരിയില്ല, അത് ശരിയില്ല, നീ എന്തിങ്ങനെ നടക്കണം, നീ അങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ക്രിറ്റിസിസംസ് എല്ലാം ആയിരുന്നു. ബിക്കോസ് വി ആർ ന്യൂ ടു ദിസ് റേറ്റ്, സോ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ വന്നു. പേഴ്സണൽ ഇൻ്റർവ്യൂ ഞങ്ങൾ ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ് 60 ആൾക്കാരെന്തോ ആയിരുന്നുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ നെഞ്ചിടിക്കുക. കാരണം എനിക്ക് എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, എന്താ പറയേണ്ടി, ഇവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയേണ്ടി വരിക എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ റെഡിയാക്കി. അങ്ങനെ ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നു. അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. അപ്പോൾ എൻ്റെ മുമ്പത്തെ കൊച്ചൊക്കെ ആവുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ നെഞ്ചടിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ എന്തായിരിക്കും ചോദിക്കുക. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് പ്രിറ്റൻഡിങ് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ ഭയങ്കര പീസാണ്. അതിന് മുമ്പ് ഞാൻ അമ്മേനൊക്കെ വിളിച്ച് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര കൂളാണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ എൻ്റെ സമയമായി, ലൈക്ക് ഇൻ്റർവ്യൂ തുടങ്ങി. ആക്ച്വലി പീസായിരുന്നു, എനിക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്താണോ അങ്ങോട്ട് പറയുന്നത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമ്മളെന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മളെന്താണോ അങ്ങോട്ട് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെക്കുക, നിങ്ങൾ പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ വാക്ക് ഉണ്ടായിരുന്നു, വാക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും സാറിനോട് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിലിരുന്നുണ്ടായിരുന്നു എനിക്ക് എന്തായാലും കിട്ടും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ മാം വിളിച്ചു, എന്നോട് പറഞ്ഞു ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗോകുലം പാർക്കിലായിരുന്നു, കൊച്ചി ഗോകുലം പാർക്കിലായിരുന്നു ഞങ്ങളുടെ ഗ്രൂമിംഗ് ഒക്കെ. അപ്പോൾ ഇന്ന ഡേറ്റ് Jan 1st to Jan 6th വരെ ആയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അവൈലബിൾ ആണോ, ഓക്കെ ആണോ, ഞങ്ങൾ ഫൈനലിസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം അത് വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ഇടുന്ന പോലെയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഇതിനെ കോമ്പീറ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ January 1st ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയിൽ പോയി. കൊച്ചിയിലിങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും 25 പേരുടെ അത് 2 പേർക്ക് അസുഖമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 23 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 23 പേരിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും നമ്മളെല്ലാവരും ഫസ്റ്റ് നമ്മളെല്ലാവരും അങ്ങോട്ടും കൂടെ നോക്കും ഇതാരെ എന്താ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് റൂംമേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ 2 പേരും റൂമിലായിട്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റേ ആൻഡ് അക്കോമഡേഷൻ ആൻഡ് എവറിത്തിങ് ആയിരുന്നു. ഓൾസോ എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പ് അവർ ഇന്ന എമൗണ്ട് നമ്മളെ അടുത്ത് നിന്ന് മേടിക്കും. ലൈക്ക് ഒരു
സർട്ടൺ എമൗണ്ട് നമ്മുടെ അടുത്ത് നിന്ന് അവർ വാങ്ങിയിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രൂമിങ്ങിൻ്റെ ഫീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആൻഡ് ബാക്കി ഡ്രസ്സ് ആൻഡ് എവറിത്തിങ് വിൽ ബി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഗ്രൂമിങ് ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫീസ് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. എൻ്റെ റൂംമേറ്റ് നന്ദന എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യം ഒരു 6 ദിവസമേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് 2-3 ഡേയ്സ് ആയപ്പോഴത്തേക്കും തന്നെ നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി, ഭയങ്കര കമ്പനിയായി. അപ്പോൾ അവിടുന്ന് നല്ല ഫ്രണ്ട്ഷിപ്സ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും നന്നായി സംസാരിക്കുന്നവർ കുറേ പേരുണ്ട് അതിൻ്റെ അകത്ത്. ഒരു എന്തായാലും ഒരു 10 പേരെങ്കിലും കാണും. 23 പേരിൽ 10 പേരോട് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഐ കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം, ഐ ഗോ മീറ്റ് ദം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ ലിസ് ഉണ്ട്, അപ്പോൾ അവളൊക്കെ എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. ഗ്രീഷ്മ, ലിസ്, നന്ദന, തെരേസ, അന്ന, ലിത്ത്, കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ്, നല്ല ഫ്രണ്ട്സാണ്. അപ്പം ശാംഭവിനെ പറയാൻ പറഞ്ഞു, കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആരെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ സോറി. അപ്പോൾ അങ്ങനെ 6 ഡേയ്സ് ഉണ്ടായിരുന്നു. 6th ഡേ ആയിരുന്നു ഫൈനൽ. അപ്പോൾ ഇത് വാക്കിംഗ് പ്രിയങ്ക മാം എന്ന് പറഞ്ഞ മാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എക്സ് മിസ്സിൻ്റെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരിയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന വാക്കിനൊക്കെ. മാം ആണെങ്കിൽ ഇങ്ങനെ ഗ്രില്ലിംഗ് ആയിരുന്നു. ഗ്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിരിച്ചെടുക്കുന്ന പോലെയാണ്. ചെയ്തില്ലെങ്കിൽ ഓൺ ദ ഫേസ് നമ്മളടുത്ത് ചൂടാവും, ചീത്ത പറയും, എല്ലാം ഉണ്ട്. പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് പാർട്ട് ഓഫ് അവർ ലേണിംഗ്. അപ്പോഴത്തേക്ക് നമ്മൾ ഓൾ ഓഫ് us were ഫൈൻ വിത്ത് ഇറ്റ്. നമ്മളെല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ഹീലിട്ട്, എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഹീലിട്ട് നടക്കുക എന്നുള്ളതാണ്. എനിക്ക് ഓൾറെഡി പൊക്കമുള്ള കാരണം ഞാൻ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ ഹീലിട്ടിട്ടില്ല. കാരണം എനിക്ക് ഹീലിടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാജൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ഹീലിടണമല്ലോ. അത് നമ്മൾ 4, 5, 6 ഇഞ്ചൊക്കെയാണ് ഹീലിടുന്നത്. അപ്പോൾ അതെനിക്കൊരു ടാസ്ക്കായിരുന്നു. പക്ഷെ അത് പിന്നെ നടക്കാൻ പഠിച്ച് പിന്നെ അത് ഓക്കെ. അങ്ങനെ നമ്മൾ റാമ്പ് വാക്ക് സെഷൻസ് ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി ചിറ്റാറ്റ് ഉണ്ടായിരുന്നു, സിജോ വിൽസൺ ആയിരുന്നു വന്നത്, പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സെഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂമിങ്ങിനായിട്ട്. അപ്പോൾ 5 ദിവസം ഗ്രൂമിങ് കഴിഞ്ഞ് 6th ഡേ ആയിരുന്നു ഫൈനൽ. ഫൈനൽ നടന്നത് ലേ മെറീഡിയനിലായിരുന്നു. അപ്പോൾ ലേ മെറീഡിയനിൽ ഞങ്ങളെല്ലാവരും പോയി. ഞങ്ങളൊരു അതിരാവിലെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം റെഡി ആവണമല്ലോ, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ എൻ്റെ അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് അമ്മ, ആൻറ്റി, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനൽസായി 3 കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗ ഡസ് ദിസ് വർക്ക് ഇസ്, ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റൗണ്ട് ഇസ് ഇൻട്രഡക്ഷൻ റൗണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മളെപ്പറ്റി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറയണം. അപ്പോൾ ഇൻട്രഡക്ഷൻ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട്. കില്ലിറ്റ് അടിപൊളിയായിരുന്നു. എനിക്കറിയാവുന്ന എൻ്റെ ഫസ്റ്റ് റൗണ്ട് അടിപൊളിയെന്ന് എനിക്കറിയായിരുന്നു. ഫസ്റ്റ് റൗണ്ട് അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായി പറയാൻ പറ്റി. കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിന്നൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് നമ്മുടെ സ്റ്റൈൽ ചെയ്യുന്നത് ഫുൾ ജിഷാദ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിസ്റ്റായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് നീതു മാം, അങ്ങനെ എല്ലാവരും ഒരു ടീം വർക്കാണ് മിസ് കേരള എന്ന് പറയുന്നത് ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ടിൽ ചോദിക്കുന്നത്, അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളതിന് ആൻസർ പറയണം. അപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, മലിനീകരണത്തെ പറ്റിയിട്ടൊക്കെയാണ്, ഇന്ത്യയുടെ കാര്യത്തെ പറ്റി. അപ്പോൾ അതിന് എന്നോട് ആദ്യം ചോദിച്ചു, ഞാൻ ആൻസർ പറഞ്ഞപ്പോൾ അതിനോട് എന്നെ പിന്നെയും ചോദിച്ച് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കും. ഇനി ഇത് അങ്ങനെയല്ലോ പറഞ്ഞു, ഇത് ഇങ്ങനെയല്ലേ പറഞ്ഞു, പിന്നെന്ത് ഇങ്ങനെ ഇപ്പോൾ പറയുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് കഴിഞ്ഞും അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സാർ അതങ്ങനെയല്ല, സാർ ഇതിങ്ങനെയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയല്ല അതൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഫിൽറ്റർ ചെയ്ത് വരുന്ന എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതുക ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ അകത്തു നിന്നാണ് വിന്നറിനെ സെലക്ട് ചെയ്യണത്. വിന്നറായത് ലിസ് എന്ന് പറയുന്നത് കുട്ടികൾ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈനാണ്. ആൻഡ് ഇപ്പോൾ പുള്ളിക്കാരി വിൻ ചെയ്ത സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളൊരു 4-5 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു പ്രിപ്പയർ ചെയ്യണത്, ഒരുമിച്ചായിരുന്നു ഉള്ളത്. ക്ലാസ് കഴിഞ്ഞിട്ട് സമയം വളരെ കുറവേ കിട്ടത്തുള്ളൂ. കാരണം 5 ദിവസം ഗ്രൂമിങ് ഫുള്ളി പാക്ഡാണ്. നമുക്ക് വേറൊരു സമയമേ കിട്ടത്തില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് സമയം കിട്ടിയിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞു സബ് ടൈറ്റിലായിട്ടുള്ള മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ വിൻ ചെയ്തപ്പോഴാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റീസ് ആയിരുന്നു എൻ്റെ ബോഡി. എൻ്റെ അത് ഞാൻ എന്താ പറയുക, കൺസിസ്റ്റൻ്റായി വർക്കൗട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി ഹെൽത്തി ആയിട്ട് വന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് എനിക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വാസ് എ വെരി ബിഗ് തിങ് ഫോർ മീ. അപ്പം ഞാനങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവർ വഴി കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കുമായിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ നോക്കി കണ്ടൊക്കെ നമ്മൾ മിസ് കേരള ജേണി കഴിഞ്ഞു. സോ നോക്കുവാണെങ്കിൽ വെൻ ഐ ലുക്ക് ബാക്ക്, ഒരു
ഒരു ഗ്രേറ്റ് സ്റ്റാർട്ടായിരുന്നു 2023 ഒരു ഭയങ്കര വണ്ടർഫുൾ സ്റ്റാർട്ടായിരുന്നു. ഒക്കെ എങ്ങനെ ഹൗ ഡു ഐ പുട്ട് ഇറ്റ്, ഒരു മാജിക്കലായിരുന്നു 6 days. ഭയങ്കര രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയർ, പുതിയ ഒരു കാര്യം പോലെയായിരുന്നു. നിങ്ങളൊക്കെ ആഗ്രഹമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഏജ് 25 years വരെ എന്ത് പറ്റുള്ളൂ, അൺമാരിഡ് ആയിരിക്കണം, 25 years വരെ എന്ത് പറ്റത്തുള്ളൂ. അപ്പം അതിന് മുമ്പേ തന്നെ ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കരുത്. എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ദിസ് ഈസ് മൈ മിസ് കേരള ജേർണി. അപ്പോൾ എന്തായാലും ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.